നമ്പർ അനോളജിയുടെ ഒരു കോൺസെപ്റ്റ് ക്യുക്കായിട്ട് നോക്കിയാലോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5:10, അതുപോലെ തന്നെ 15:what എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഈ 5 എന്ന് പറയുന്നത് ഈ 10ഉമായിട്ട് ഏതോ ഒരു രീതിയിൽ റിലേറ്റഡ് ആണ്. അപ്പം അതേ രീതിയിൽ 15 എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നോർമലി നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 5 ഉണ്ട്, അവിടെ ഒരു 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു 2 കൊടുത്ത് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇൻറ്റു 2 കൊടുക്കണം. അപ്പൊ ഇൻറ്റു 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 30 വരും. ഓപ്ഷനിൽ എവിടെയെങ്കിലും 30 ഉണ്ടോ? ഓപ്ഷനിൽ ഒരിടത്തും 30 ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പൊ നമുക്ക് ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ നമ്പർ അനോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്വയർ വാല്യൂസിനാണ്, അല്ലെ? അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട എന്താണ്? നമ്മൾ ക്യൂബ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ സ്ക്വയേഴ്സിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഡീഷൻ ഓർ സബ്ട്രാക്ഷന്റെ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കും. നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 5ന് നമ്മൾ സ്ക്വയർ വാല്യൂ എടുക്കണം, എന്തായിരിക്കും വരുന്നത്? അല്ലെ, 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അഡീഷനോ സബ്ട്രാക്ഷന്റെ ലോജിക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് അഡീഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 2 + 5 വരും. അപ്പൊ 2 + 5 എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് 10 ആണ്. അപ്പൊ എന്തില്ല, നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തായിരിക്കും? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? നമ്മളിവിടെ എന്ത് ചെയ്യും? അല്ലെ, 2 × 5 ചെയ്യും. അപ്പൊ 2 × 5 ആണെങ്കിൽ ഇവിടെ 10 ആണ്. നമുക്ക് തന്നിരിക്കുന്നതും 10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? സെയിം ലോജിക്ക് നമ്മൾ 15ലും അപ്ലൈ ചെയ്യണം. അപ്പൊ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 സ്ക്വയർ എന്തായിരിക്കും വരുന്നത്? 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ലോജിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം ലോജിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എന്തായിരിക്കും വരുന്നത്? 2 × 2 × 5 വരും. അപ്പൊ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എവിടെയെങ്കിലും 20 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി 20 ആണ്. റൈറ്റ്. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് സെയിം ലോജിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ 18 എന്ന് പറയുന്നത് 9ഉമായിട്ട് ഏതോ ഒരു രീതിയിൽ റിലേറ്റഡ് ആണ്. അപ്പം ആ റിലേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മൾ എഗെയിൻ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 18ന്റെ സ്ക്വയർ എടുക്കും. അപ്പം 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 324 ആണ്. അപ്പൊ എഗെയിൻ 324 കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡീഷൻ ഓർ സബ്ട്രാക്ഷന്റെ ലോജിക് അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 3 + 2 + 4 വരും. 3 + 2 + 4 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 5 കിട്ടും. 5 + 4 9 കിട്ടും. യെസ്, ഇവിടെ തന്നിരിക്കുന്നതും എന്ത് തന്നെയാണ്? തന്നിരിക്കുന്നതും 9 തന്നെയാണ്. അപ്പം സെയിം ലോജിക്ക് ഇവിടെയും വർക്ക് ആവുമെന്ന് നോക്കാം. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 144 വരും, അല്ലെ? 144 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 1 + 4 + 4 ആണ്. അപ്പം 4 + 4 8 വരും. 8 + 1 9 വരും. ഓപ്ഷനിൽ എവിടെയെങ്കിലും 9 ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ 9 ആണ്. ഈ ലോജിക്ക് നമുക്ക് കിട്ടി. റൈറ്റ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? വലിയ നമ്പർ ആണ്. വലിയ നമ്പർ ആണെങ്കിൽ അതിനർത്ഥം ഇത് തന്നിരിക്കുന്നത് ഏതിൻ്റെങ്കിലും സ്ക്വയേഴ്സോ ക്യൂബ്സോ ഒക്കെ ആയിരിക്കാം, അല്ലേ? നോക്കുന്ന സമയത്ത് ഈ 196 എന്താണ്? 196 എന്ന് പറയുന്നത് 14 സ്ക്വയർ ആണ്, അല്ലെ? 14 സ്ക്വയർ ആണ് 196. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ലോജിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടേക്ക് എന്ത് ചെയ്തു? നമ്മൾ ആദ്യം സ്ക്വയർ വാല്യൂ എടുത്തു. സ്ക്വയർ വാല്യൂ എടുത്തതിന് ശേഷം നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷൻ നോക്കി, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നോക്കും, അല്ലെങ്കിൽ ഡിവിഷൻ നോക്കും. അങ്ങനെ പല രീതിയിൽ നോക്കും, അല്ലേ? സ്ക്വയേഴ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്യൂബിലോട്ട് പോകും. റൈറ്റ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് തന്നിരിക്കുന്നത് തന്നെ വലിയ നമ്പർ ആണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ലോജിക്കിലോട്ട് പോയി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഈ 563, അല്ലേ? 5 + 6 + 3 വരും. അപ്പൊ 5 + 6 എന്ന് പറയുമ്പോൾ 11 കിട്ടും. 11 + 3 14 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7 ആണ്. ഈ 14/2 ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് 7 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം ലോജിക്ക് നമുക്ക് 196ലും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 196 ആണെങ്കിൽ, അല്ലെ? 1 + 9 + 6 വരും. അപ്പൊ 1 + 9 + 6 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 16 വരും. 16 നമ്മൾ എന്ത് ചെയ്യും? /2 ചെയ്യും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ 8 എന്ന് പറഞ്ഞു കിട്ടും. ഓപ്ഷനിൽ എവിടെയെങ്കിലും 8 ഉണ്ടോ? യെസ്, ഓപ്ഷനിൽ 8 ഉണ്ട്. നിങ്ങൾക്ക് ഈ ലോജിക് ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പം ഇത് ഇവിടെ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻസ് മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഡിവിഷൻ ചോദിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ഇതുപോലെ പല ലോജിക്കും വരാം, അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഈ നമ്പർ അനോളജിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ്.